Hi all, welcome to once. എല്ലാവർക്കും KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറിംഗിലെ ഹൈഡ്രോളജി ആൻഡ് വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ സബ്ജക്ട് കോഡ് വരുന്നത് CET 307 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2019 സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് സോൾവ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് ഡിസംബർ 2022 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ വൈസ് ആണ് ക്വസ്റ്റ്യൻസ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ CET 307 ആണ് സബ്ജക്ട് കോഡ് വരുന്നത്. ഡിസംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം KTU 3 hours ടൈമിൽ 100 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പാർട്ട് എയും പാർട്ട് ബിയും ആണുള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ടിൽ 10 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ 10 ക്വസ്റ്റ്യനിലെ ടോട്ടൽ 5 മൊഡ്യൂൾസ് ആണ്. ഓക്കെ, അപ്പോൾ 5 മൊഡ്യൂൾസിൽ നിന്ന് ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വെച്ച് അങ്ങനെയാണ് ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ്. അതിൽ ഓരോ ക്വസ്റ്റ്യനും 3 മാർക്സ് ആയിരിക്കും. നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. ഇനി പാർട്ട് ബിയിൽ എന്ന് പറയുമ്പോൾ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ ഓരോ ക്വസ്റ്റ്യനും 14 മാർക്സ് ആയിരിക്കും. നമുക്കത് ഓർ ക്വസ്റ്റ്യൻ ആണ്, 2 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക 14 മാർക്സിൻ്റെ. അപ്പം നമുക്കത് രണ്ടും വായിച്ച് നോക്കിയിട്ട് കമ്പാരിറ്റീവ്ലി ഈസിയസ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചൂസ് ചെയ്തിട്ട് നമുക്കത് സോൾവ് ചെയ്യാവുന്നതാണ്. അതിൽ ഓരോ ക്വസ്റ്റ്യനും 14 മാർക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ 10 ക്വസ്റ്റ്യൻസ് 3 മാർക്സിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ 30 മാർക്സ് ഓൾറെഡി പാർട്ട് എയിൽ കഴിഞ്ഞു. ദെൻ റിമൈനിങ് 70 മാർക്സ് പാർട്ട് ബി എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മൊഡ്യൂൾ 1 സിലബസ് തുടങ്ങാം. മൊഡ്യൂൾ 1 സിലബസിൽ പറയുന്നത് ഫസ്റ്റ് തന്നെ ഹൈഡ്രോളജിക് സൈക്കിളാണ്. അതിൻ്റെ ഉള്ളിൽ വരുന്നത് പ്രസിപ്പിറ്റേഷൻ, ദെൻ മെക്കാനിസം, ടൈപ്സ്, ഫോംസ് ആൻഡ് മെഷർമെൻറ്റ് യൂസിങ് റെയിൻ ഗേജസ്, ദെൻ ഒപ്റ്റിമൽ നമ്പർ ഓഫ് റെയിൻ ഗേജസ്, ദെൻ റെപ്രസെൻറ്റേഷൻ ഓഫ് റെയിൻഫോൾ ഡാറ്റ, മാസ് കർവ് ആൻഡ് ഹൈറ്റോഗ്രാഫ്, computation of mean precipitation over a catchment, then design rainfall, probable maximum rainfall അതിനെ നമ്മൾ PMF എന്നും കൂടെ പറയും. ദെൻ IDF curve, അതിൻ്റെ കൺസെപ്ച്വൽ ഐഡിയ മാത്രം മതി. ദെൻ ഇൻഫിൽട്രേഷൻ, അതിൻ്റെ മെഷർമെൻറ്റ് ബൈ യൂസിങ് ഡബിൾ റിംഗ് ഇൻഫിൽട്രോമീറ്റർ, ദെൻ ഹോട്ടൺസ് മോഡൽ, ഇൻഫിൽട്രേഷൻ ഇൻഡിസസ്, ദെൻ ഇവാപറേഷൻ, ദെൻ മെഷർമെൻറ്റ് ആൻഡ് കൺട്രോൾ ഓഫ് ഇവാപറേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് മൊഡ്യൂൾ 1 സിലബസിൽ വരുന്ന ടോപ്പിക്സ്. ഓക്കെ, ഇനി നമുക്ക് പാർട്ട് 1 മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ പാർട്ട് എയിൽ മൊഡ്യൂൾ 1 വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ്, വാട്ട് ആർ IDF കർവ് യൂസ്ഡ് ഫോർ? ഓക്കെ, അപ്പോൾ IDF കർവ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? IDF എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി, ഡ്യൂറേഷൻ, ഫ്രീക്വൻസി. I എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി, D എന്ന് പറയുന്നത് ഡ്യൂറേഷൻ, F എന്ന് പറയുന്നത് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ IDF കർവ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് ചോദിച്ചേക്കുന്നത് എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് ടിപ്പിംഗ് ബക്കറ്റ് റെയിൻ ഗേജ്. ഓക്കെ, ടിപ്പിംഗ് ബക്കറ്റ് റെയിൻ ഗേജിൻ്റെ വർക്കിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. വിത്ത് നീറ്റ് സ്കെച്ച് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫിഗർ വരച്ചിട്ട് വേണം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ IDF കർവ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് IDF കർവിൻ്റെ ഫിഗർ എന്ന് പറയുമ്പോൾ IDF കർവിൻ്റെ ഫസ്റ്റ്, അതായത് X ഡയറക്ഷനിൽ നമ്മൾ ഡ്യൂറേഷൻ എഴുതും, Y ഡയറക്ഷനിൽ ആവറേജ് ഇൻറ്റൻസിറ്റി എഴുതും. ആവറേജ് ഇൻറ്റൻസിറ്റി നമ്മൾ സെൻറ്റിമീറ്റർ/ഹവറിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. ഡ്യൂറേഷൻ നമ്മൾ ഹവറിലാണ് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ ഫ്രീക്വൻസി ആണ്, അതായത് 5 ഇയർ ഫ്രീക്വൻസിയിൽ വന്നിരിക്കുന്നത്, ദെൻ 10 ഇയർ ഫ്രീക്വൻസിയിൽ വന്നത്, ദെൻ 20 ഇയർ ഫ്രീക്വൻസിയിൽ വന്നിരിക്കും. ഓക്കെ, അപ്പം IDF എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി, ഡ്യൂറേഷൻ, ഫ്രീക്വൻസി കർവാണ്. ഇറ്റ് ഈസ് ദി പ്ലോട്ട് ബിറ്റ്വീൻ ആവറേജ് റെയിൻഫോൾ ഇൻറ്റൻസിറ്റി ആൻഡ് ഡ്യൂറേഷൻ. ആവറേജ് ഇൻറ്റൻസിറ്റി ആണ് Y ഡയറക്ഷനിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. X ഡയറക്ഷനിൽ, അതായത് X ആക്സിസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡ്യൂറേഷനാണ്. ഓക്കെ, ദെൻ ഇൻറ്റൻസിറ്റി, ഡ്യൂറേഷൻ, ഫ്രീക്വൻസി, ഈച്ച് ടേം നമ്മൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ദിസ് റെഫേഴ്സ് ടു ദി റെയിൻഫോൾ റേറ്റ് ഓഫൺ മെഷേർഡ് ഇൻ മില്ലിമീറ്റേഴ്സ് പെർ അവർ. നമ്മൾ ഇതിലിപ്പോൾ സെൻറ്റിമീറ്റർ/ഹവറിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്, ഓർ ഇഞ്ചസ് പെർ അവർ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ മച്ച് റെയിൻഫോൾ ഒക്യൂഴ്സ് ഇൻ ദി ഗിവൺ ടൈം പീരീഡ്. അതായത് ആ ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ എത്ര റെയിൻഫോൾ ആണ് കിട്ടുന്നത്. ഓക്കെ, ഹൗ മച്ച് റെയിൻഫോൾ ഒക്യൂഴ്സ് ഇൻ ദി ഗിവൺ ടൈം പീരീഡ്. ആ ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര റെയിൻഫോൾ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ്, ഡ്യൂറേഷൻ. ദിസ് റെപ്രസെൻറ്റ് ദി ടൈം പീരീഡ് ഓവർ വിച്ച് ദി റെയിൻഫോൾ ഇൻറ്റൻസിറ്റി ഈസ് മെഷേർഡ് ഓർ ഒബ്സർവ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആവറേജ് ഇൻറ്റൻസിറ്റി X ആക്സിസിലും Y ആക്സിസിലാണ് ഡ്യൂറേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആ ഒരു ടൈം പീരീഡ്. ഇവിടെ ഇപ്പോൾ 1 hour ടൈം ഇൻ്റർവെല്ലിലാണ് നമ്മൾ Y ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് റെപ്രസെൻറ്റ്സ്, ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് റെപ്രസെൻറ്റ്സ് ദി ടൈം പീരീഡ് ഓവർ വിച്ച് ദി റെയിൻഫോൾ ഇൻറ്റൻസിറ്റി ഈസ് മെഷേർഡ് ഓർ ഒബ്സർവ്ഡ്. കോമൺ ഡ്യൂറേഷൻസ് ഇൻക്ലൂഡ് 5 minutes, 1 hour, 24 hours, എക്സെട്ര. ഇവിടെ 1 hour ഡ്യൂറേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ്, ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദി റിക്കറൻസ് ഇൻ്റർവെൽ എക്സ്പ്രസ്ഡ് ഇൻ ഇയേഴ്സ്. ഓക്കെ, ഇതിൽ ഇപ്പോൾ ഫസ്റ്റ്
റെക്കറൻസ് ഇൻ്റർവെൽ 5 ഇയേഴ്സിൻ്റെ ഗ്രാഫാണ് നമ്മൾ വരച്ചത്. ദെൻ 10 ഇയേഴ്സിൻ്റെ ഗ്രാഫാണിത്. ദെൻ 20 ഇയേഴ്സിൻ്റെ ഗ്രാഫാണിത്. ഓക്കെ, അപ്പോൾ റെക്കറൻസ് ഇൻ്റർവെല്ലിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഫ്ലഡ് വന്നു അല്ലെങ്കിൽ ഒരു റെയിൻഫോൾ വരുന്നതിൻ്റെ ആ ഒരു എത്ര ഇൻ്റർവെല്ലിലാണ്, എത്ര റെക്കറൻസ് ഇൻ്റർവെല്ലിലാണ് അത് റിപ്പീറ്റ് ചെയ്യുന്നത്. This is the recurrence interval expressed in years. For example, a 10-year frequency means that the rainfall intensity and duration are expected to be equaled or exceeded on average once every 10 years. Okay, ആ ഒരു 10 ഇയേഴ്സിൻ്റെ ഉള്ളിൽ അത് എക്സ്പെക്റ്റഡ് ടു ബി ആ ഒരു സെയിം തന്നെ വരും, അല്ലെങ്കിൽ അതിനും കൂടുതൽ അതിനെ എക്സീഡ് ചെയ്യും എന്നാണ്, അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ യൂസേഴ്സ് ഓഫ് IDF കർവ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ദി റെയിൻഫോൾ ഇൻറ്റൻസിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡ്യൂറേഷൻ ആൻഡ് റെക്കറൻസ് ഇൻ്റർവെൽ. ഓക്കെ, അപ്പോൾ റെയിൻഫോൾ ഇൻറ്റൻസിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡ്യൂറേഷനും റെക്കറൻസ് ഇൻ്റർവെല്ലും റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യും, എസ്റ്റിമേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യും. ഓൾസോ ഹെൽപ്പ് ടു estimate a certain rainfall rate for a specific volume of flow, and also help to estimate the recurrence them which may cause flooding cause ചെയ്യുന്ന ആ ഒരു റെക്കറൻസ് ഇൻ്റർവെൽ അല്ലെങ്കിൽ ആ ഒരു certain rainfall rate ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് IDF curve യൂസ് ചെയ്യാം. Then the IDF curves are developed based on the historical rainfall data. ഹിസ്റ്റോറിക്കൽ റെയിൻഫോൾ ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ അതിൽ റെക്കറൻസ് ഇൻ്റർവെൽ 5 ഇയേഴ്സ് 10 ഇയേഴ്സ് 20 ഇയേഴ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കർവ് വരയ്ക്കുന്നത്. Okay, the engineers and hydrologists use these curves to estimate the design rainfall for different return periods and duration. Okay, അപ്പോൾ these curves are used to estimate the design rainfall for different return periods. Example 2 year, 10 year, 100 year and durations. Okay, അപ്പോൾ ആ ഒരു ഡിസൈൻ റെയിൻഫോളിന് നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. Then this information is crucial for designing the infrastructure such as storm water management systems, culvert and other hydraulic structures. അതായത് ഡാംസിൻ്റെ അതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് IDF കർവ്സ് ആണ്. അതായത് എക്സ്പെക്റ്റഡ് റെയിൻഫോൾ അറിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ഡാമിൻ്റെ കൺസ്ട്രക്ഷനിൽ, അതായത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡിസൈനിങ് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത് ഈ ഒരു IDF കർവാണ്. ഓക്കെ, ഇൻ ദ സമ്മറി IDF കർവ്സ് are a valuable tool for water resource management and engineering design, helping to understand the frequency, intensity of rainfall events for the various duration, which is essential for planning, designing water related infrastructure. Main ആയിട്ട് IDF curves are essential for the planning, designing വാട്ടർ റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് അറിയണം, ഓൾറെഡി അറിയണം എത്ര റെയിൻഫോൾ കിട്ടും, എത്രയാണ്, അതായത് അതിൻ്റെ ആ ഒരു റെക്കറൻസ് ഇൻ്റർവെൽ എങ്ങനെയാണ്, അതിൻ്റെ ആ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ എന്ത് ഡിസൈനിങ് വാട്ടർ റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സിൻ്റെ ഒക്കെ ഡിസൈനിങ് അല്ലെങ്കിൽ അതിൻ്റെ പ്ലാനിങ് അല്ലെങ്കിൽ ഡിസൈനിന് നമുക്കിത് എസെൻഷ്യലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് എ ടിപ്പിംഗ് ബക്കറ്റ് റെയിൻ ഗേജ് വിത്ത് എ നീറ്റ് സ്കെച്ച്. ഓക്കെ, അപ്പോൾ ഇത് ടിപ്പിംഗ് ബക്കറ്റിൻ്റെ സ്കെച്ചാണ്. സോ അതിൽ ആദ്യം തന്നെ ഒരു റിസീവർ ഉണ്ടായിരിക്കും, ഒരു ഷാർപ്പ് എൻഡഡ് ആയിട്ടുള്ള ഒരു റിസീവർ ഉണ്ടായിരിക്കും. അതായത് ഒരു സിലിണ്ട്രിക്കൽ ഫോമിലായിരിക്കും, അതിൻ്റെ ഡയ വരുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. 30 സെൻറ്റിമീറ്റർ ഡയുള്ള ഒരു റിസീവർ ഉണ്ടായിരിക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു ഫണൽ വെച്ചിട്ടാണ് ആ റിസീവറിൻ്റെ അതിലേക്കാണ് റെയിൻഫോൾ വരുന്നത്. ദെൻ ആ ഒരു ഫണലിൽ കൂടെ അത് കളക്ട് ചെയ്തിട്ട്, ഓക്കെ, ഇവിടെ റെയിൻഫോൾ വന്നു ഈ ഒരു ഫണലിൽ കൂടെ അത് പോയി. ദെൻ ടിപ്പിംഗ് ബക്കറ്റ്, ആ ഒരു ഫണലിൻ്റെ കറക്റ്റ് ബോട്ടത്തിലായിട്ടാണ് ടിപ്പിംഗ് ബക്കറ്റ് വെക്കുക. ഓക്കെ, അപ്പോൾ ആ ടിപ്പിംഗ് ബക്കറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 2 ബക്കറ്റ് പോലെ തന്നെയാണ്. ഫസ്റ്റ് തന്നെ ഈ ഒരു റെയിൻഫോളിൻ്റെ നമ്മൾ കളക്ട് ചെയ്ത ആ ഒരു റെയിൻ വാട്ടർ ഫസ്റ്റ് ഈ ഒരു ബക്കറ്റിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബക്കറ്റ് ടിപ്പ് ചെയ്യും. അതായത് ആ ഒരു ബക്കറ്റ് ടിപ്പ് ചെയ്യാൻ മീൻസ് ആ ഒരു ഇതിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ ഇങ്ങോട്ടേക്കാവും. ഓക്കെ, ആ ഒരു വെള്ളം ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു വെയിറ്റ് കാരണം ആ ഒരു ബക്കറ്റ് ഇവിടെ നമുക്കൊരു പൈവോട്ടാണ്. സോ അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് അങ്ങനെയാണ്. അതായത് ആ ഒരു ഫസ്റ്റത്തെ ബക്കറ്റിൽ വാട്ടർ നിറഞ്ഞു കഴിയുമ്പോൾ ആ ഒരു ബക്കറ്റ് പൈവോട്ട് ചെയ്യുമ്പോൾ അതായത് അത് റൊട്ടേറ്റ് ചെയ്യും. ദെൻ ആ ഒരു ലെഫ്റ്റിലെ ഈ ഒരു ബക്കറ്റ് മൂളിക്ക് വരും. ഓക്കെ, അപ്പോൾ മൂളിക്ക് വരുമ്പോൾ ഇനി അത് നെക്സ്റ്റ് ആ ഒരു ബക്കറ്റ് നിറയും. ആ ഒരു ബക്കറ്റ് നിറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ അത് നിറഞ്ഞു കഴിയുമ്പോൾ ആ ഒരു വെയിറ്റ് അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അധികം വെയിറ്റ് ആകുമ്പോൾ അത് ആ ഒരു വെള്ളത്തിന് താഴേക്ക് ആക്കും. ദെൻ എഗെയിൻ ആ ഒരു മറ്റേ അപ്പുറത്തെ ബക്കറ്റ് മുകളിലേക്ക് വരും. ദെൻ അത് ഫില്ലാവും. അത് ഫില്ലായി കഴിയുമ്പോൾ എഗെയിൻ ആ ഒരു വെയിറ്റ് കൂടുതലാവുമ്പോൾ അത് ടിപ്പ് ചെയ്യുമ്പോൾ ആ ഒരു വാട്ടർ ഇതിൽ കൂടെ പോയിട്ട് ഇവിടെ കളക്ട് ചെയ്യും, മെഷറിങ്.
അതിൻ്റെ ഉള്ളിൽ കളക്ട് ചെയ്യും. നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ടിപ്പിംഗ് ബക്കറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് ടിപ്പ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ഇലക്ട്രിക് സിഗ്നൽസ് ഉണ്ടായിരിക്കും. അതൊരു റെക്കോർഡിംഗ് ഡിവൈസ് വെച്ചിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമുക്ക് ടിപ്പിംഗ് ബക്കറ്റിൽ റെയിൻഫോളിൻ്റെ എത്ര റെയിൻഫോൾ കിട്ടിയെന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, എ ടിപ്പിംഗ് ബക്കറ്റ് റെയിൻ ഗേജ് ഇസ് എ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ റെയിൻഫോൾ. റെയിൻഫോൾ മെഷർ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടിപ്പിംഗ് ബക്കറ്റ് റെയിൻ ഗേജ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റെയിൻഫോൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. Okay, it operates on the principle of collecting rainwater in a funnel and then using a tipping mechanism to record the amount of rainfall. നമ്മൾ പറഞ്ഞു റെയിൻ വാട്ടർ നമ്മൾ കളക്ട് ചെയ്യാണ്. ഒരു ഫണൽ വെച്ചിട്ട് നമ്മളത് ആ ഒരു ഫണലിലേക്ക് നമ്മളത് കളക്ട് ചെയ്യുന്നു. ആ ഫണലിൽ നിന്ന് അത് ദെൻ ടിപ്പിംഗ് ബക്കറ്റിലേക്ക് പോകുന്നു. പിന്നെ ദെൻ അവിടെ ഒരു ടിപ്പിംഗ് മെക്കാനിസം വെച്ചിട്ട് നമ്മളൊരു അവിടെ ഫോം ചെയ്യുന്ന ഇലക്ട്രിക് സിഗ്നൽസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡ് ദി എമൗണ്ട് ഓഫ് റെയിൻഫോൾ. ഓക്കെ, ഇത് സെൽഫ് റെക്കോർഡിംഗ് ടൈപ്പാണ്. ദെൻ നമ്മളവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 300 mm ആണ് അതിൻ്റെ ഡയാമീറ്റർ വരുന്നത്. ഷാർപ്പ് എഡ്ജ് റിസീവർ ആണ് ടോപ്പിലുണ്ടായിരിക്കാം, അതായത് ഷാർപ്പ് എഡ്ജ് ആയിട്ടായിരിക്കും ആ റിസീവറിൻ്റെ എഡ്ജ് ഷാർപ്പായിരിക്കും. ദെൻ ബക്കറ്റ്സ് ക്യാൻ റിസീവ് 0.25 mm ഓഫ് precipitation. Then it tips and brings the other bucket to position. ഒരു 0.25 mm റെയിൻഫോൾ ആണ് അതിന് മാക്സിമം, ആ ഒരു ബക്കറ്റിന് മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതിനും കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടിപ്പ് ചെയ്യും, നെക്സ്റ്റ് ബക്കറ്റ് വരും. ദെൻ അതിലും 0.25 mm സ്റ്റോർ ചെയ്യും. ദെൻ അത് ഫില്ലായി കഴിയുമ്പോൾ നെക്സ്റ്റ് ടിപ്പ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ബക്കറ്റ് മുകളിലേക്ക് വരും. അങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം വരുന്നത്. ഓക്കെ, ദ ബക്കറ്റ് ഡിസ്ചാർജ് വാട്ടർ ഇൻ ടു ദി മെഷറിംഗ് ട്യൂബിലേക്കാണ് അത് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ആ ബക്കറ്റ് ടിപ്പ് ചെയ്യുന്നു പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ടിപ്പ് ചെയ്യുമ്പോൾ ആ വാട്ടർ മെഷറിംഗ് ട്യൂബിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അതിലവിടെ കളക്ട് ചെയ്യും. ഓക്കെ, ദ ഇലക്ട്രിക് പൾസസ് ക്രിയേറ്റഡ് ഡ്യൂ ടു ദി ടിപ്പിംഗ് ഈസ് റെക്കോർഡഡ് അറ്റ് ദി കൺട്രോൾ റൂം. ഓക്കെ, അപ്പോൾ ആ ഒരു ടിപ്പിംഗ് കാരണം ഇവിടെ വരുന്ന ആ ഒരു ഇലക്ട്രിക് പൾസസ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു റെക്കോർഡിംഗ് ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമ്മളത് റെക്കോർഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി ഓരോ പാർട്ടായിട്ട് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ കളക്ഷൻ ഫണലാണ്. എ ഫണൽ ഇസ് എ പൊസിഷൻഡ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി റെയിൻ ഗേജ് ടു കളക്ട് ദി റെയിൻഫോൾ ഓവർ എ സ്പെസിഫിക് ഏരിയ. ഒരു സ്പെസിഫിക് ഏരിയയിലെ റെയിൻഫോൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫണൽ വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദ ഫണൽ ഡയറക്ട്സ് ദി റെയിൻ വാട്ടർ ഇൻ ടു എ സ്മോൾ കണ്ടെയ്നർ. ഫണൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓക്കെ, അപ്പോൾ ഇതിൽ ഇതൊരു ഫണലായിട്ട് വെച്ചേക്കാണ്. നമ്മൾ സാധാരണ കാണുന്ന ഫണൽ എന്ന് പറയില്ലേ, അതായത് ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫണൽ. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം റെയിന് ഈ ഒരു ഫണലിൻ്റെ ഈ ഒരു സർഫസിൽ വരും. ദെൻ ഈ ഒരു സർഫസിൽ നിന്ന് ഈ ഒരു ഹോളിൽ കൂടെ ഇതാണ് ടിപ്പിംഗ് ബക്കറ്റ്. ഓക്കെ, അപ്പോൾ ടിപ്പിംഗ് ബക്കറ്റിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ ഇത് ഫസ്റ്റ് ബക്കറ്റ്, ദെൻ ഇവിടെ സെക്കൻഡ് ബക്കറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 0.25 mm ആണ് അതിൽ ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൽ 0.25 mm ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, ഇതൊരു പൈവോട്ട് പോലെ ആക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അത് ടിപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ദെൻ നെക്സ്റ്റ് ഈ ഒരു ബക്കറ്റ് നെക്സ്റ്റ് മുകളിലേക്ക് വരും. ദെൻ അതിൽ 0.25 mm ഫില്ലായി കഴിയുമ്പോൾ ദെൻ അഗെയിൻ നെക്സ്റ്റ് ബക്കറ്റ് മുകളിലേക്ക് വരും. ഓക്കെ, then tipping bucket mechanism. Beneath the funnel there is a seesaw-like structure. അതായത് ഒരു പൈവോട്ടാണ്. സോ സീസോ പോലെയാണ് അത് ആക്ട് ചെയ്യുന്നത്. വിത്ത് എ ബക്കറ്റ് ഓൺ ഈച്ച് ആൻഡ് ദി സ്ട്രക്ചർ ഇസ് ദി ടിപ്പിംഗ് ബക്കറ്റ് മെക്കാനിസം. ഈ ഒരു സ്ട്രക്ചറിനാണ് നമ്മൾ ടിപ്പിംഗ് ബക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. അതായത് ഫില്ലാവുമ്പോൾ സീസോ പോലെ അത് ആക്ട് ചെയ്യുന്നു. അതായത് ഫസ്റ്റ് ബക്കറ്റ് ഫില്ലായി കഴിയുമ്പോൾ അത് ടിപ്പ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ബക്കറ്റ് വരും. ദെൻ അത് ഫില്ലായി കഴിയുമ്പോൾ അടുത്ത ബക്കറ്റ് വരും. അങ്ങനെ. ഓക്കെ, ഇനി ബക്കറ്റ്സ്. ദ ടിപ്പിംഗ് ബക്കറ്റ് മെക്കാനിസം കൺസിസ്റ്റ് ഓഫ് 2 സ്മോൾ ബക്കറ്റ്സ്. 2 ബക്കറ്റ്സ് ആണുള്ളത്. ഈച്ച് ലൊക്കേറ്റഡ് ഓൺ വൺ സൈഡ് ഓഫ് ദി സീസോന്റെ വൺ സൈഡിലായിട്ടാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദീസ് ബക്കറ്റ്സ് ആർ ബാലൻസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് വെൻ വൺ ബക്കറ്റ് ഫിൽസ് വിത്ത് എ സർട്ടൈൻ എമൗണ്ട് ഓഫ് റെയിൻ വാട്ടർ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നു, ഇറ്റ് ടിപ്സ് ഓവർ ആൻഡ് ദി അതർ ബക്കറ്റ് മൂവ്സ് ഇൻ ടു പൊസിഷൻ ടു സ്റ്റാർട്ട് കളക്ടിങ് റെയിൻ. ഓക്കെ, ഒരെണ്ണം ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ബക്കറ്റ് മുകളിലേക്ക് വരും. ദെൻ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യും. ഇനി പൈവോട്ട് പോയിന്റ് എന്ന് പറയുമ്പോൾ ദ ടിപ്പിംഗ് മെക്കാനിസം പൈവോട്ട്സ് അറൗണ്ട് എ സെൻട്രൽ ആക്സിസ് ഓർ പൈവോട്ട് പോയിന്റ്. ഒരു പൈവോട്ട് പോയിന്റ് വെച്ചിട്ടാണ് ടിപ്പിംഗ് മെക്കാനിസം നടക്കുന്നത്. അതായത് ഒരു ബക്കറ്റ് ഫില്ലായി കഴിയുമ്പോൾ അത് ടിപ്പ് ചെയ്യണമെങ്കിൽ ആ ഒരു പൈവോട്ടിൻ്റെ ആക്ഷൻ ആവശ്യമാണ്. ഓക്കെ, ദെൻ കൗണ്ടിങ് ആൻഡ് റെക്കോർഡിംഗ്. ആസ് വൺ ബക്കറ്റ് ഫിൽസ് ആൻഡ് ടിപ്സ് ഓവർ ഇറ്റ് empties its content simultaneously. The tipping motion triggers a counting mechanism such as a magnetic switch or reed switch. Each tip of the bucket corresponding to a specific amount of rainfall known as the bucket calibration. അതായത് ആ ഒരു ബക്കറ്റിന് ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് വാട്ടർ ആണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ ബക്കറ്റ് കാലിബ്രേഷൻ എന്ന് പറയും. ആ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു എമൗണ്ടിനെ പറയുന്ന പേരാണ് ബക്കറ്റ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റെക്കോർഡിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് ദി കൗണ്ടിങ് മെക്കാനിസം ഈസ് കണക്റ്റഡ് ടു എ റെക്കോർഡിംഗ് ഡിവൈസ്. അതായത് അത് ടിപ്പ് ചെയ്യുമ്പോഴാണ് ഇത് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കൗണ്ട് ചെയ്യുന്ന ആ ഒരു ഇതിനെ
കൗണ്ടിങ് മെക്കാനിസം ഈസ് കണക്റ്റഡ് ടു എ റെക്കോർഡിംഗ് ഡിവൈസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്കത് മനസ്സിലാക്കാം എത്ര വട്ടം ടിപ്പ് ചെയ്തു എന്നനുസരിച്ച് എത്ര റെയിൻ വാട്ടർ ആണ് നമുക്ക് അവിടെ ആ ഒരു ഏരിയയിൽ നമുക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, വിച്ച് കീപ്സ് ട്രാക്ക് ഓഫ് ദി നമ്പർ ഓഫ് ടിപ്സ്. ദിസ് ഇൻഫർമേഷൻ ഈസ് ദെൻ യൂസ് ടു കാൽക്കുലേറ്റ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് റെയിൻഫോൾ ഓവർ എ ഗിവൺ പീരീഡ് ഓവർ എൻ എൻ്റയർ ഏരിയ. ആ ഒരു മൊത്തം ഏരിയ എടുക്കുമ്പോൾ എത്ര റെയിൻഫോൾ ആണ് അവിടെ കിട്ടുക നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി പാർട്ട് ബിയിൽ വരുന്നത് 14 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ 11th ക്വസ്റ്റ്യന് എ പാർട്ടുണ്ട് ബി പാർട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എ ക്വസ്റ്റ്യന് 8 മാർക്കും ബി ക്വസ്റ്റ്യന് 6 മാർക്സും ആണ്. ദെൻ അതേപോലെ 12th എ ക്വസ്റ്റ്യന് 6 മാർക്കും ബി ക്വസ്റ്റ്യന് 8 മാർക്കും ആണ്. രണ്ടിലും ഓരോ പ്രോബ്ലം വന്നിട്ടുണ്ട്, രണ്ടിലും 8 മാർക്കിൻ്റെ ഓരോ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് 11th എ ക്വസ്റ്റ്യൻ നോക്കാം. ദി നോർമൽ ആനുവൽ റെയിൻഫോൾ അറ്റ് സ്റ്റേഷൻസ് എ ബി സി ആൻഡ് ഡി ഇൻ ദ ബേസിൻസ് ആർ. ഓക്കെ, നോർമൽ ആനുവൽ റെയിൻഫോൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നോർമൽ ആനുവൽ റെയിൻഫോൾ എന്ന് പറയുമ്പോൾ എൻ ആണ് നമ്മൾ എടുക്കുക, എൻ എ അറ്റ് സ്റ്റേഷൻ എ. നോർമൽ ആനുവൽ റെയിൻഫോൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ആണ് എൻ. ദെൻ സ്റ്റേഷൻ എ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എ. ഓക്കെ, അപ്പോൾ അവിടുത്തെ 80.97 സെൻറ്റിമീറ്റർ. ദെൻ എൻ ബി നോർമൽ ആനുവൽ റെയിൻഫോൾ അറ്റ് സ്റ്റേഷൻ ബി എന്ന് പറയുന്നത് 67.59 സെൻറ്റിമീറ്റർ. ദെൻ എൻ ബി നോർമൽ ആനുവൽ റെയിൻഫോൾ അറ്റ് സ്റ്റേഷൻ സി എന്ന് പറയുന്നത് 76.28 സെൻറ്റിമീറ്റർ. ദെൻ എൻ ഡി എന്ന് പറയുന്നത് 92.01 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നോർമൽ ആനുവൽ റെയിൻഫോൾസ് 4 സ്റ്റേഷനിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇൻ ദ ഇയർ 1999 ദി സ്റ്റേഷൻ ഡി വാസ് ഇനോപ്പറേറ്റീവ്. 1999 സ്റ്റേഷൻ ഡി ഇനോപ്പറേറ്റീവ് ആയിരുന്നു. ആൻഡ് ദ സ്റ്റേഷൻസ് എ ബി ആൻഡ് സി റെക്കോർഡഡ് ആനുവൽ പ്രസിപ്പിറ്റേഷൻസ്. ഓക്കെ, അപ്പോൾ ആനുവൽ പ്രസിപ്പിറ്റേഷൻസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പി എ എന്ന് പറയുന്നത് 91.11 സെൻറ്റിമീറ്റർ. പി ബി എന്ന് പറയുന്നത് 72.23 സെൻറ്റിമീറ്റർ. ദെൻ പി സി എന്ന് പറയുന്നത് ഡി ആണ് ഇനോപ്പറേറ്റീവ് അയക്കുന്നത്. ദെൻ പി സി എന്ന് പറയുന്നത് 79.89 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് എസ്റ്റിമേറ്റ് ദി റെയിൻഫോൾ അറ്റ് സ്റ്റേഷൻ ഡി ഇൻ ദി ഇയർ 1999. അതായത് പി ഡി ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. പി ഡി ഈസ് ഈക്വൽ ടു എന്താണെന്ന് നമുക്ക് അറിയില്ല, അത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നോർമൽ ആനുവൽ റെയിൻഫോൾ അറ്റ് 4 സ്റ്റേഷൻസ് നമുക്ക് തന്നു. ദെൻ അതേപോലെ ആനുവൽ പ്രസിപ്പിറ്റേഷൻ തന്നു, ഒരു സ്റ്റേഷനിലെ മിസ്സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മിസ്സിംഗ് റെയിൻഫോൾ ഡാറ്റ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ശരിക്കും ഈ ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ, പിന്നെ ഇതിൽ നമ്മളിത് നോർമൽ റേഷ്യോ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർമൽ ആനുവൽ റെയിൻഫോൾസ് തമ്മിൽ 10%-നേക്കാളും ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതായത് നോർമൽ ആനുവൽ റെയിൻഫോളിൻ്റെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ 92.01ൻ്റെ 10% എന്ന് പറയുമ്പോൾ 10/100. ഓക്കെ, അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 9.201 ആണ്. അതായത് 9.201ൻ്റെ അതിനേക്കാളും കൂടുതൽ വേരിയേഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ നോർമൽ റേഷ്യോ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 9.201നെക്കാട്ടിലും സ്മോളർ വാല്യൂ ആണ് എൻ സി. അതായത് അതിന് 10%-നേക്കാളും കൂടുതലുണ്ട് ആ ഒരു തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എൻ ബി എന്ന് പറയുമ്പോൾ അതും ഈ ഒരു റേഷ്യോ തമ്മിൽ 10% കൂടുതൽ. ഓക്കെ, അപ്പോൾ അത് നോക്കുമ്പോൾ 10%-നേക്കാളും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോർമൽ റേഷ്യോ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് പി ഡി ഈസ് ഈക്വൽ ടു എൻ ഡി ഡിവൈഡഡ് ബൈ സ്മോൾ എൻ ഇൻറ്റു പി എ ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് പി ബി ഡിവൈഡഡ് ബൈ എൻ ബി പ്ലസ് പി സി ഡിവൈഡഡ് ബൈ എൻ സി. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഈ ഒരു നോർമൽ റേഷ്യോ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ എന്ന് പറയുന്നത് 3 ആണ് എടുക്കേണ്ടത്. ടോട്ടൽ നമുക്ക് 4 റെയിൻ ഗേജിൻ്റെ റീഡിംഗ് ഉണ്ട്, പക്ഷേ അതിൽ ആനുവൽ പ്രസിപ്പിറ്റേഷൻ നമുക്ക് 3 റെയിൻ ഗേജിൻ്റെ മാത്രമേ തന്നിട്ടുള്ളൂ. സോ എൻ എടുക്കുമ്പോൾ 3 ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എൻ ഡി ഈസ് ഈക്വൽ ടു 92.01 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു പി എ ബൈ എൻ എ. പി എ എന്ന് പറയുന്നത് 91.11 ഡിവൈഡഡ് ബൈ എൻ എ എന്ന് പറയുന്നത് 80.97
പ്ലസ് പി ബി എന്ന് പറയുന്നത് 72.23 ഡിവൈഡഡ് ബൈ എൻ ബി എന്ന് പറയുന്നത് 67.59 പ്ലസ് പി സി എന്ന് പറയുന്നത് 79.89 ഡിവൈഡഡ് ബൈ എൻ സി എന്ന് പറയുന്നത് 76.28. ഓക്കെ, അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആനുവൽ പ്രസിപ്പിറ്റേഷൻ അറ്റ് സ്റ്റേഷൻ ഡി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ വരുന്നുണ്ടാവുക 99.41 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു നോർമൽ പ്രസിപ്പിറ്റേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സോ അതിലത്തെ ഓരോ റീഡിങ്ങും നോക്കിയിട്ട് 10%-നേക്കാളും കൂടുതലാണെങ്കിലാണ് നമ്മൾ നോർമൽ റേഷ്യോ മെത്തേഡ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് നോക്കുമ്പോൾ 92, അതായത് ഈ ഒരു റെയിൻഫോൾ ഡാറ്റ എടുത്ത് അതിൻ്റെ ഇൻറ്റു 10% നമുക്ക് ചെയ്യുമ്പോൾ 9.201 ആണ് വന്നത്. ദെൻ ഇതിൻ്റെ ഡിഫറൻസ് നോക്കുമ്പോൾ അതിനും കൂടുതലാണ്. സോ 10%-നേക്കാളും കൂടുതലായതുകൊണ്ടാണ് നമ്മൾ നോർമൽ റേഷ്യോ മെത്തേഡ് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി നോർമൽ റേഷ്യോ മെത്തേഡിൻ്റെ ഇക്വേഷൻ PD is equal to ND divided by small n into PA by NA plus PB by NB plus PC by NC ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് അങ്ങനെ ആനുവൽ പ്രസിപ്പിറ്റേഷൻ അറ്റ് സ്റ്റേഷൻ ഡി ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുക 99.41 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി 11th ക്വസ്റ്റ്യൻ്റെ ബി ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദി ഡ്രോബാക്സ് ഓഫ് തീസൺ പോളിഗൺ മെത്തേഡ്. ഓക്കെ, അപ്പോൾ അതിൽ തീസൺ പോളിഗൺ മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പേഷ്യൽ അനാലിസിസ് ടെക്നിക് യൂസ്ഡ് ടു അലോക്കേറ്റ് ഏരിയാസ് ഓഫ് ഇൻഫ്ലുവൻസ് അറൗണ്ട് എ സെറ്റ് ഓഫ് പോയിന്റ് ലൊക്കേഷൻ. അതായത് നമ്മൾ കുറച്ച് പോയിന്റ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അറൗണ്ട് വരുന്ന ഇൻഫ്ലുവൻസ് ഏരിയ അറൗണ്ട് എത്ര ഏരിയയിലാണ് ഇൻഫ്ലുവൻസ് വരുന്നതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ തീസൺ പോളിഗൺ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദി മെത്തേഡ് അസ്യൂംസ് ദാറ്റ് ദി ഈച്ച് പോയിന്റ് ഹാസ് എൻ ഇൻഫ്ലുവൻസ് ഏരിയ ആൻഡ് ദി ബൗണ്ടറീസ് ഓഫ് ദീസ് ഏരിയാസ് ആർ ഡീലിനിയേറ്റഡ് ബൈ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പോയിന്റ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് അതിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ച് അത് കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണാം, ഈ ലൈനാണ് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത്. തീസൺ പോളിഗൺ മെത്തേഡിൽ ഈ ലൈൻസാണ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് തീസൺ പോളിഗൺ മെത്തേഡിൻ്റെ ഡ്രോബാക്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡിഫക്റ്റ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസംപ്ഷൻ ഓഫ് ഈക്വൽ ഇൻഫ്ലുവൻസ്. One of the main അല്ലെങ്കിൽ major drawback is the assumption that each observation point within a polygon exerts equal influence throughout that the entire polygon. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു അസംപ്ഷനിലാണ് നമ്മൾ തീസൺ പോളിഗൺ മെത്തേഡ് ചെയ്യുന്നത്. എല്ലാ പോയിന്റ്സിനും ഈക്വൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇൻ റിയാലിറ്റി ദി ഇൻഫ്ലുവൻസ് ഓഫ് എ പോയിന്റ് ഷുഡ് ഡിക്രീസ് വിത്ത് ദി ഡിസ്റ്റൻസ് ഫ്രം ദി പോയിന്റ്. അതായത് റിയാലിറ്റിയിൽ ആ ഒരു പോയിന്റിൽ നിന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് ഇൻഫ്ലുവൻസും ചേഞ്ച് ആവും. ബട്ട് നമ്മൾ തീസൺ പോളിഗൺ മെത്തേഡിൽ ഈക്വൽ ഇൻഫ്ലുവൻസിലാണ് അത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഡിഫക്റ്റ് ആണ്. ദെൻ സെക്കൻഡ്, ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ബൗണ്ടറീസ്. തീസൺ പോളിഗൺസ് ക്രിയേറ്റ് അബ്രപ്റ്റ് ബൗണ്ടറീസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് പോളിഗൺസ്. ആ ഒരു അഡ്ജസൻറ്റ് പോളിഗൺസ് തമ്മിൽ പെട്ടെന്നുള്ള ഒരു ബൗണ്ടറി ചേഞ്ച് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ബൗണ്ടറീസും ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. Then sensitivity to outliers. The method is sensitive to outliers or extreme values among the observation points. A single outlier can significantly affect the shape and size of the Thiessen polygon. അതായത് ഒരു പോയിന്റിലെ മാത്രം വാല്യൂ ഭയങ്കര കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് കാരണം മാത്രം അതിൻ്റെ സൈസും ഷേപ്പൊക്കെ ഈ തീസൺ പോളിഗൻ്റെ സൈസ് അല്ലെങ്കിൽ ഷേപ്പ് എൻ്റയർലി ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ അതും ഒരു ഡ്രോബാക്ക് ആണ്. ആ ഒരു പോയിന്റ് കാരണം ആ ഒരു തീസൺ പോളിഗൻ്റെ സൈസ് എൻ്റയർലി മാറാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡ്രോബാക്ക് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഗ്രേഡിയൻസ് വരാണെങ്കിൽ അത് സ്യൂട്ടബിൾ അല്ല. ദ നെക്സ്റ്റ് ഡിപ്പെൻഡൻസി ഓൺ ഒബ്സർവേഷൻ പോയിന്റ്സ്. ദ മെത്തേഡ് ഈസ് ഹൈലി ഡിപ്പെൻഡൻറ്റ് ഓൺ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഒബ്സർവേഷൻ പോയിന്റ്. ഇഫ് ദ ഒബ്സർവേഷൻ പോയിന്റ്സ് ആർ അൺഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ ഇറഗുലർലി ഷേപ്പ് പോളിഗൺ. അതായത് ആ പോയിന്റ്സ് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറഗുലർ ഷേപ്പ് ആയിട്ടുള്ള ഒരു പോളിഗൺ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ദെൻ ഡസ് നോട്ട് കൺസിഡർ ദി ലാൻഡ്സ്കേപ്പ് ഫീച്ചേഴ്സ് ഒന്നും നമ്മൾ തീസൺ പോളിഗണിൽ കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ നോട്ട് സ്യൂട്ടബിൾ ഫോർ ദി ഇറഗുലർലി ഷേപ്ഡ് ഏരിയാസ്. ഇറഗുലർ ഷേപ്പുള്ള ഏരിയാസിൽ നമുക്കിത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ബൗണ്ടറീസ് എഫക്റ്റ്. ഓക്കെ, ബൗണ്ടറീസ് ഓഫ് ദി സ്റ്റഡി ഏരിയ ക്യാൻ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ ദി ഷേപ്സ് ഓഫ് ദി തീസൺ പോളിഗൺ നിയർ ദി എഡ്ജസ്. ആ ഒരു ബൗണ്ടറി കാരണം അതിൻ്റെ ആ ഒരു ഷേപ്പ് എൻ്റയർലി മാറാൻ ചാൻസ് ഉണ്ട്. A new Thiessen polygon diagram is required if there is an addition or deletion of a drain gauge station for the basic.
അതായത് ഒരു റെയിൻ ഗേജ് സ്റ്റേഷൻ മാറുകയാണെങ്കിൽ പോലും നമ്മൾ പുതിയൊരു തീസൺ പോളിഗൺ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അത് അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. നോ അക്കൗണ്ട് ഈസ് ടേക്കൺ ഓഫ് ദി ഓറോഗ്രാഫിക് ഫീച്ചേഴ്സ് ഓഫ് ദി കാച്ച്മെന്റ്. ഓറോഗ്രാഫിക് ഫീച്ചേഴ്സ് നമ്മളിതിൽ കൺസിഡർ ചെയ്യുന്നില്ല. The assumption of linear variation of precipitation between two stations is not desirable since the precipitation is influenced by a large number of meteorological and catchment characteristics. Then last defect എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the method does not consider the topographic features or other barriers. Topographic features ഒന്നും ഇതിൽ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി 12th ക്വസ്റ്റ്യൻ്റെ എ ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് precipitation. Okay, precipitation is it refers to any form of water, liquid or solid, that falls from the atmosphere and reaches the ground. Okay, precipitation നമുക്കറിയാം. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് precipitation വരുന്നത് 4 ക്ലാസിഫിക്കേഷൻ ആണ്. സൈക്ലോണിക് precipitation, convective precipitation, orographic precipitation and precipitation due to turbulent ascent. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് precipitation നോക്കാം. Cyclonic precipitation. Cyclonic precipitation results from the lifting of air masses converging into low pressure area of cyclone. ഓക്കെ, അപ്പോൾ സൈക്ലോണിക് precipitation രണ്ടെണ്ണമായിട്ടാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് അതിലുള്ളത്. ഫ്രണ്ടൽ precipitation നോൺ ഫ്രണ്ടൽ precipitation. ഓക്കെ, ഇതിൽ ഫ്രണ്ട് എന്ന് പറയുന്നത് എ ബോർഡർ റീജിയൻ ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് എയർ മാസസ് ഹാവിങ് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. അതായത് രണ്ട് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നതിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്ന ആ ഒരു ബൗണ്ടറീനെയാണ്, അല്ലെങ്കിൽ ഒന്നുകിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്ന അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഡിഫറൻസ് വരുന്ന ആ രണ്ട് ഏരിയാസ് ഓഫ് ബൗണ്ടറീസ്, അല്ലെങ്കിൽ ആ ഒരു എയർ മാസസിൻ്റെ ആ ഒരു ബൗണ്ടറീനെയാണ് നമ്മൾ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ടൽ precipitation എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിഗറിൽ കാണാം, ഇവിടെ കോൾഡ് ഫ്രണ്ടും ഇവിടെ വാം മോസ്റ്റ് എയർ ഫ്രണ്ടും ആണ് വരുന്നത്. ദെൻ വാം എയർ റൈസസ് ഓവർ ദി കോൾഡ് ഫ്രണ്ട്, ദെൻ കണ്ടൻസസ്. ഓക്കെ, അപ്പോൾ അതിൽ കോൾഡ് ഫ്രണ്ടും ഉണ്ട്, ദെൻ വാം മോസ്റ്റ് എയർ ഫ്രണ്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ദെൻ ഇതിൽ വാം എയർ റൈസ് ചെയ്യും, ഈ കോൾഡ് എയറിൻ്റെ മുകളിലേക്ക് വരും, എന്നിട്ട് ദെൻ അത് കണ്ടൻസ് ചെയ്തിട്ട് precipitation ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഫ്രണ്ടൽ precipitation എന്ന് പറയുന്നത്. ഓക്കെ, when a flow of warm and moist air mass from the south meets the cold air mass of polar region, the cold air being heavier under the run of warm air flow in the form of flat bed forcing the warm air aloft. അതായത് ഈ സൈഡിൽ നിന്ന് കോൾഡ് എയർ വന്നു, അപ്പുറത്തെ സൈഡിൽ നിന്ന് വാം എയർ വന്നു, ദെൻ വാം എയർ ആണ് മുകളിലേക്ക് പോകുന്നത്, ദെൻ അതാണ് കണ്ടൻസ് ചെയ്തിട്ട് precipitate ചെയ്യുന്നത്. The lifted warm air mass cools down at high altitudes causing precipitation. ലിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു വാം എയർ, കോൾഡ് ഫ്രണ്ടും ഉണ്ട് വാം ഫ്രണ്ടും ഉണ്ട്, ദെൻ വാം ഫ്രണ്ട് ആണ് മുകളിലേക്ക് പോയിട്ട് ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോയിട്ട് കൂൾ ചെയ്തിട്ട് precipitation ഉണ്ടാക്കുന്നത്. A friend may be warm friend or cold friend depending upon whether there is an active or passive ascent of warm air mass over cold air mass. ഏത് വേണമെങ്കിലും ആവാം, വാം ഫ്രണ്ട് ആവാം അല്ലെങ്കിൽ കോൾഡ് ഫ്രണ്ട് ആവാം. ഓക്കെ, ദെൻ നോൺ ഫ്രണ്ടൽ precipitation എന്ന് പറയുന്നത് ഇൻ ദി കേസ് ഓഫ് നോൺ ഫ്രണ്ടൽ precipitation the moist warm air mass is stationary and the moving cold air mass meets it. Okay, thus due to the lightness of warm air there is a passive ascent of warm air over the cold air owing to the active undercutting. When the lifted warm air cools down at higher altitude precipitation occurs. അപ്പോൾ അതാണ് നോൺ ഫ്രണ്ടൽ precipitation. ഇനി നെക്സ്റ്റ് വരുന്നത് കൺവെക്റ്റീവ് precipitation ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കൺവെക്റ്റീവ് precipitation ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ മോയിസ്റ്റ് എയർ വരുന്ന ഇവിടെ ഒരു ഹോട്ട് സർഫസ് ആണ്, രണ്ട് ഡയറക്ഷനിൽ നിന്നും മോയിസ്റ്റ് എയർ വരും, ഹോട്ട് എയറിൽ വന്ന് ഹോട്ട് സർഫസിൽ മീറ്റ് ചെയ്യുമ്പോൾ അത് മുകളിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും, ദെൻ അത് കൂളായിട്ട് കണ്ടൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Convective precipitation is caused by the natural rising of warmer, lighter air in colder, denser surroundings. ഓക്കെ, അപ്പോൾ അതിൽ മോയിസ്റ്റ് എയർ വന്നു, ഇവിടെ ഹോട്ട് സർഫസ് ആണെന്ന് പറഞ്ഞു, രണ്ട് സൈഡിൽ നിന്നും മോയിസ്റ്റ് എയർ വന്നു, ദെൻ ഈ ഒരു ഹോട്ട് സർഫസിൽ മീറ്റ് ചെയ്തിട്ട് ദെൻ അത് അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, ദെൻ കൂൾ എയർ കണ്ടൻസ് ചെയ്തിട്ടാണ് അവിടെ precipitation ഉണ്ടാകുന്നത്. Okay, the difference in the temperatures may result from the unequal heating at the surface. The unequal heating അല്ലെങ്കിൽ unequal cooling ഉണ്ടായിരിക്കും at the top of the air layer or mechanical lifting when the air is forced to pass over a denser colder air masses. അതായത് മോയിസ്റ്റ് എയർ രണ്ട് സൈഡിൽ നിന്ന് വന്നു, ദെൻ ഹോട്ട് സർഫസിൽ അത് മീറ്റ് ചെയ്ത്
മോളിക്ക് പോയിട്ട് ദെൻ അവിടെ കൂളായിട്ട് അവിടെ നിന്ന് കൂളായിട്ട് അത് കണ്ടൻസ് ചെയ്ത് പ്രസിപ്പിറ്റേഷൻ ആവാണ് ചെയ്യുന്നത്, ആണ് കൺവെക്റ്റീവ് പ്രസിപ്പിറ്റേഷൻ. ഓക്കെ, ഇതിൽ കൺവെക്റ്റീവ് പ്രസിപ്പിറ്റേഷൻ ഈസ് സ്പോട്ടി, അതായത് അത് ചില സ്പെസിഫിക് ലൊക്കേഷൻസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഇറ്റ്സ് ഇൻറ്റൻസിറ്റി മേ വേരി ഫ്രം ലൈറ്റ് ഷവേഴ്സ് ടു ക്ലൗഡ് ബേസ്റ്റസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദി ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ. ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിഗറിൽ കാണാം, ഈ ഒരു ഹിൽ ഏരിയാസിലൊക്കെയാണ് മെയിനായിട്ട് ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവാം. അതായത് ഒരു വാം ഓഷനിൽ നിന്നൊക്കെ ഇവാപറേഷൻ സംഭവിച്ചിട്ട് ഈ പ്രിവെയിലിംഗ് വിൻഡ്സ് പോയിട്ട് ഇവിടെ കണ്ടൻസ് ചെയ്തിട്ട് ഒരു ഹില്ലിൻ്റെ ഒരു സൈഡിൽ പ്രസിപ്പിറ്റേഷൻ ഉണ്ടായിരിക്കും, അതർ സൈഡ് റെയിൻ ഷാഡോ ഏരിയ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ ഈസ് ഡ്യൂ ടു ദി ലിഫ്റ്റിംഗ് ഓഫ് വാം മോയ്സ്റ്റ് എയർ ലാഡൻ എയർ മാസസ് ഡ്യൂ ടു ദി ടോപ്പോഗ്രാഫിക് ബാരിയേഴ്സ്. അതായത് ടോപ്പോഗ്രാഫിക് ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഹില്ലിൻ്റെ രണ്ട് സൈഡിലായിട്ടായിരിക്കും, ഒരു സൈഡിൽ മഴ പെയ്യുന്നുണ്ടായിരിക്കും, അടുത്ത സൈഡിൽ റെയിൻ ഷാഡോ ഏരിയ ആയിരിക്കും, അവിടെ മഴ പെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ബാരിയർ വരുമ്പോൾ വരുന്ന precipitation another. As it reaches higher elevation, it comes in contact with cold air and precipitation occurs. This zone to the other side of the mountain will be the zone of rain shadow area where the rainfall may not occur. Okay, അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ മഴ പെയ്യുന്നുണ്ടായിരിക്കും, അപ്പുറത്തെ സൈഡ് റെയിൻ ഷാഡോ ഏരിയ ആയിരിക്കും, അവിടെ മഴ പെയ്യുന്നുണ്ടായിരിക്കില്ല. All the precipitation we have in Himalayan region is because of the orographic ascent of air masses rich in moisture content because of their long travel over the oceans. Okay, അപ്പോൾ ഇതിൽ ഈ ഒരു ഫിഗറിലും കാണാം ഓഷ്യൻ ആണ് ഈ സൈഡിൽ. ഓക്കെ, അപ്പോൾ ഇതിലൂടെ ഇവാപറേറ്റ് ചെയ്തിട്ട് ഈ ഒരു സൈഡിൽ കൂടെ വന്ന് ദെൻ ഇത് കൂൾ ചെയ്തിട്ടാണ് ഇവിടെ പ്രസിപ്പിറ്റേഷൻ സംഭവിക്കുന്നത്. നെക്സ്റ്റ് അപ്പുറത്തെ സൈഡിൽ അതായത് ആ ഒരു ഹില്ല് വന്നപ്പോൾ അതിനൊരു ബാരിയറാണ്. ഓക്കെ, അപ്പോൾ ബാരിയർ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിന് നമ്മൾ റെയിൻ ഷാഡോ ഏരിയ എന്ന് പറയും, അവിടെ മഴ പെയ്യില്ല. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് precipitation ഡ്യൂ ടു ടർബുലന്റ് ascent ആണ്. എയർ മാസ് ഇസ് ഫോഴ്സ്ഡ് ടു റൈസ് അപ്പ് ഡ്യൂ ടു ഗ്രേറ്റർ ഫ്രിക്ഷൻ ഓഫ് എർത്ത് സർഫസ് ആഫ്റ്റർ ഇറ്റ്സ് ട്രാവൽ ഓവർ ദി ഓഷ്യൻ. ഓക്കെ, അപ്പോൾ അത് ഫ്രിക്ഷൻ കാരണം ഉണ്ടാവുന്നതാണ് precipitation ഡ്യൂ ടു ടർബുലന്റ് ascent. Okay, the air mass rises up because of the increased turbulence and friction. Turbulence and friction കാരണം ഉണ്ടാവുന്നതാണ് precipitation due to turbulent ascent. Okay, അപ്പോൾ അതിൻ്റെ ഫിഗർ കാണിച്ചിട്ടില്ല. When it ultimately condenses and precipitation occurs. Winter rainfall in Madras state is mainly due to this process. അതായത് precipitation due to turbulent ascent കാരണമാണ് മദ്രാസ് ഏരിയയിലൊക്കെ റെയിൻഫോൾ ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബ്ലം ആണ്. 12th B ക്വസ്റ്റ്യൻ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദി ആവറേജ് ആനുവൽ റെയിൻഫോൾ ഓഫ് 6 സ്റ്റേഷൻസ് ആർ 82.6, 102.9, 180.3, 110.3, 98.8 and 136.7 centimeters. Find out whether the stations can represent the data of rainfall adequately. If not, find out the number of additional rain gauges that have to be employed. അതായത് additional rain gauges ന്റെ എണ്ണം ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. Assume that the error that can be permitted in the data is 10%. Okay, but to determine whether the existing stations adequately represent the data or if additional rain gauges are needed, we can use the coefficient of variation. Okay, അപ്പോൾ coefficient of variation ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ റേഷ്യോ ഓഫ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടു ദി മീൻ. ഓക്കെ, അപ്പോൾ coefficient of variation is equal to standard deviation divided by mean. Standard deviation sigma ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സിഗ്മ ഡിവൈഡഡ് ബൈ എക്സ് ബാർ. ഓക്കെ, അപ്പോൾ coefficient of variationൻ്റെ ഇക്വേഷൻ വരുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമുക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യണം, മീൻ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണം, ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കിട്ടും. ഓക്കെ, കമ്പയർ ദി കാൽക്കുലേറ്റഡ് CV വിത്ത് ദി അലൗബിൾ എറർ. അലൗബിൾ എറർ നമുക്ക് 10% ആയിട്ട് 10% തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത CV ആ 10% കമ്പയർ ചെയ്യാം. ഇഫ് ദ CV ഈസ് വിത്തിൻ ദി അലൗബിൾ എറർ, ദി എക്സിസ്റ്റിംഗ് സ്റ്റേഷൻസ് ആർ കൺസിഡേർഡ് അഡ്വക്കേറ്റ്. ഇഫ് നോട്ട്, അഡീഷണൽ റെയിൻ ഗേജസ് മേ ബി നീഡഡ്. അതായത് ഇപ്പം നമ്മൾ CV ഫൈൻഡ് ഔട്ട് ചെയ്തത് 10%-നേക്കാളും കൂടുതലാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അഡീഷണൽ റെയിൻ ഗേജസ് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ അഡീഷണൽ റെയിൻ ഗേജസിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് അഡീഷണൽ റെയിൻ ഗേജസ് എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിന് ആദ്യം തന്നെ മീൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 1/n സിഗ്മ XI. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് XI തന്നിരിക്കുന്നത്
ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആവറേജ് റെയിൻഫോൾ ഡാറ്റാസ് ആണ് XI എന്ന് പറയുന്നത്. ടോട്ടൽ നമുക്ക് തന്നിരിക്കുന്നത് 1 2 3 4 5 6 റെയിൻഫോൾ ഡാറ്റാസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് എല്ലാം കൂടെ ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് മീൻ റെയിൻഫോൾ ഡാറ്റ കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടലായിട്ട് അതും എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 82.6 പ്ലസ് 102.9 plus 180.3 plus 110.3 and 98.8 plus 136.7. okay, divided by 6. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് മീൻ റെയിൻഫോൾ ഡാറ്റ കിട്ടും. ഓക്കെ, ഇപ്പോൾ മീൻ റെയിൻഫോൾ വരുന്നുണ്ടാവുക 118.6 സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ നമ്മൾ മീൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സിഗ്മ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് XI മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ XI എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന ഓരോ റെയിൻഫോൾ ഡാറ്റാസും, എക്സ് ബാർ എന്ന് പറയുന്നത് മീൻ റെയിൻഫോൾ ഡാറ്റ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 82.6 മൈനസ് 118.6 ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മയാണ്. ഓക്കെ, അപ്പോൾ ഓരോന്നിനും മൈനസ് ചെയ്ത് സ്ക്വയർ ചെയ്യണതിന് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് 102.9 മൈനസ് 118.6 ഹോൾ സ്ക്വയർ. ദെൻ നെക്സ്റ്റ് 180.3 മൈനസ് 118.6 സ്ക്വയർ പ്ലസ് 110.3 മൈനസ് 118.6 സ്ക്വയർ പ്ലസ് 98.8 മൈനസ് 118.6 സ്ക്വയർ പ്ലസ് 136.7 മൈനസ് 118.6 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n മൈനസ് 1. n എന്ന് പറയുന്നത് 6 ആണ്. സോ 6 മൈനസ് 1 എന്ന് പറയുമ്പോൾ 5. ഓക്കെ, അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ആൻസർ കിട്ടുക 35.037 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുക. ഓക്കെ, അപ്പോൾ now compare the calculated CV with the allowable error 10%. If the CV is within 10%, then existing stations are considered adequate. If the CV is exceed 10%, the additional rain gauges may be needed. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ CV വാല്യൂ നമുക്ക് വന്നത് 35.037 ആണ്. ഓക്കെ, അപ്പോൾ 10%-നേക്കാളും കൂടുതലാണ്. സോ നമുക്ക് കൂടുതൽ അഡീഷണൽ റെയിൻ ഗേജസ് വേണം. ഓക്കെ, അപ്പോൾ അതിൽ CV വാല്യൂ നമുക്ക് കിട്ടിയതിപ്പോൾ 35.037 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അഡീഷണൽ റെയിൻ ഗേജസ് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ CV/P ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതിൽ 35.037 ഡിവൈഡഡ് ബൈ P എന്ന് പറയുന്നത് ഓക്കെ, ഇതിൽ CV-യുടെ വാല്യൂ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ സിഗ്മ ബൈ എക്സ് ബാർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ സിഗ്മ ബാർ എക്സ് ബാർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ 35.037 ഡിവൈഡഡ് ബൈ 35.037 ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ബാർ എന്ന് പറയുന്നത് 118.6 ആണ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോഴാണ് നമുക്ക് CV വാല്യൂ കിട്ടാം. CV വാല്യൂ എന്ന് പറയുന്നത് 29.54 ആണ് വരാം. ഓക്കെ, ഇനി 29.54 ആണ് വന്നത്. സോ അത് 10%-നേക്കാളും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അഡീഷണൽ റെയിൻ ഗേജസ് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ദെൻ n ഇസ് ഈക്വൽ ടു CV ഡിവൈഡഡ് ബൈ P ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതിൽ CV എന്ന് പറയുന്നത് 29.54 ഡിവൈഡഡ് ബൈ P എന്ന് പറയുന്നത് 10 ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ ആൻസർ കിട്ടാം 8.73. ഓക്കെ, അപ്പോൾ ഈ 8.73 നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 10 ആണ് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ അഡീഷണൽ റെയിൻ ഗേജസ് നമുക്ക് വേണ്ടത് ഓൾറെഡി 6 റെയിൻ ഗേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ അഡീഷണൽ ആയിട്ട് റെയിൻ ഗേജസ് വേണ്ടത് അപ്പോൾ നമുക്ക് 10 മൈനസ് അഡീഷണൽ റെയിൻ ഗേജസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി 6 റെയിൻ ഗേജസ് ഉണ്ട്. നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് ടോട്ടൽ 10 റെയിൻ ഗേജസ് വേണം. അതായത് ഇത്രയും ഈ ഒരു CV വാല്യൂ വരുമ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റെയിൻ ഗേജസ് നമുക്ക് 10 ആണ് കിട്ടും. ഓക്കെ, അപ്പോൾ അഡീഷണൽ ആയിട്ട് വേണ്ടത് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത് 4 റെയിൻ ഗേജസ് ആണ്. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ മൊഡ്യൂൾ 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് മീറ്റ് ചെയ്യാം. താങ്ക്